ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 8 തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ സിലബസ് ആണ്. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 3യുടെ സിലബസ് നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ജനുവരിയിൽ നടക്കാൻ പോകുന്ന ചില എക്സാമുകളുടെ സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓവർസിയർ ഗ്രേഡ് 3 എക്സാമുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഓവർസിയർ ഗ്രേഡ് 3 എക്സാമുകൾക്ക് വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഗ്രേഡോ അല്ലെങ്കിൽ എയുടെ സെക്കൻഡ് ഗ്രേഡിന്റെ ഒക്കെ നോക്കുമ്പോൾ അതിനേക്കാളും കുറവ് പോർഷൻസ് മാത്രം കവർ ചെയ്തുകൊണ്ടാണ് ഓവർസിയർ ഗ്രേഡ് 3 എന്ത് ചെയ്യുന്നത്, എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 90% മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ സിലബസ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ. പിന്നെ കൂടുതലായിട്ടും എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, മുൻപത്തെ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും സാധാരണ ചോദിക്കുക. പുതിയ ക്വസ്റ്റ്യനുകൾ വളരെ റെയറായിട്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, പ്രത്യേകിച്ച് തേർഡ് ഗ്രേഡിനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ പുതിയതായിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എന്തായിരിക്കും, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക. അല്ലെങ്കിൽ ആ ഒരു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, ചോദിച്ചിട്ടുണ്ടാവും. സോ പഴയ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുക സിലബസ്. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ജനുവരി 2021 നടക്കാൻ പോകുന്ന എക്സാമുകളുടെ സിലബസ് ഒപ്പമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ സോയിൽ കൺസർവേഷൻ യൂണിറ്റിൽ വർക്ക് സൂപ്രണ്ട്, പിന്നെ PWDയിൽ ഓവർസിയർ ഗ്രേഡ് 3, അത് എനിക്ക് തോന്നുന്നത് SC ST കാറ്റഗറിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിൽ ഉള്ള ട്രേസർ, അതേപോലെ തന്നെ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2 ഇതിന്റെ അതേപോലെ തന്നെ ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ ഓവർസിയർ ഗ്രേഡ് 3യുടെ എക്സാമുകൾ. ഈ എക്സാമുകൾക്ക് എല്ലാം കൂടെ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറ്റ സിലബസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ, ഈ ഒരു എക്സാമുകൾ നോക്കുമ്പോൾ എല്ലാം എന്താണ്, തേർഡ് ഗ്രേഡ് എക്സാമുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസ് എന്താണ്, കോമൺ ആണ്. പിന്നെ PSC ഇതിൽ എടുത്തു പറയുന്നുണ്ട്, ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്തുനിന്നും ചോദിക്കാം. ആ എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് എന്ന് മാത്രമാണ് PSC പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് ടോപ്പിക്ക് പറഞ്ഞിട്ടുള്ളത്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമുക്കറിയാം ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. ഡ്രോയിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഡ്രോയിങ് ബോർഡും അതേപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റും ആണ്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് T-സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, അതേപോലെ തന്നെ കോമ്പസ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്, ഡ്രോയിങ്ങിന് വേണ്ടി ഇൻസ്ട്രുമെന്റ്സ്, ഡിവൈഡർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രഞ്ച് കർവ്, അതുപോലെ തന്നെ ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിലുകളെ കുറിച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്, എക്യുപ്മെന്റ്, മെറ്റീരിയൽസ് എന്നുള്ള ഭാഗത്തു നിന്ന് ചോദിക്കുക. അപ്പൊ ഇൻസ്ട്രുമെന്റുകളും അതേപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റ്, അതിന്റെ സൈസും കാര്യങ്ങളും, ഡ്രോയിങ് ബോർഡ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. പിന്നെ അടുത്തത് ലെറ്ററിങ്, ഡയമെൻഷനിങ് ആൻഡ് സ്കെയിലിംഗ് ആണ്. ലെറ്ററിങ് ആൻഡ് ഡയമെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലെറ്ററിങ് എന്താണ്ട് പല ടൈപ്പിലുള്ള ലെറ്ററിങ് ഉണ്ട് അല്ലെ, സിംഗിൾ സ്ട്രോക്ക്, അതേപോലെ തന്നെ വെർട്ടിക്കൽ, ഗോത്തിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലെറ്ററിങ്ങിന്റെ സൈസും ഷേപ്പും അങ്ങനത്തെ അതിന്റെ ലെറ്ററിങ്ങിന് ഒരു ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഡയമെൻഷനിങ് ആണ്. ഡയമെൻഷനിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഡയമെൻഷൻ കൊടുക്കാറുള്ളത്, പ്ലേസിംഗ് ഓഫ് ഡയമെൻഷൻ സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഉണ്ട്. നമ്മൾ മുമ്പത്തെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് എന്ത്, ചെയിൻ ഡയമെൻഷനിങ്ങും അതേപോലെ തന്നെ പാരലൽ ഡയമെൻഷനിങ് ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ പറയുന്നത് സ്കെയിലാണ്. സ്കെയിൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്, സർവേയിലും ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഏതൊക്കെയാണ്, ടൈപ്പ് ഓഫ് സ്കെയിൽ, പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, കമ്പാരിറ്റീവ് സ്കെയിൽ, അങ്ങനത്തെ ആ സ്കെയിലുകളെ കുറിച്ചുള്ള
പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻസും അതേപോലെ തന്നെ പോയിന്റ്, പ്ലെയിൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന കൺസ്ട്രക്ഷനുകളെയാണ് പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുക. പല ഷേപ്പിൽ സൈഡ് എഡ്ജുകൾ ഫോം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സൈഡുകൾ ഫോം ചെയ്തുകൊണ്ടുള്ള ഫിഗറിനെ കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡിയാണ് എന്ത് ശരിക്കും പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്ലെയിനും പോയിന്റും അതേപോലെ തന്നെ ലൈനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ പോർഷനിൽ നിന്നും എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ, അതേപോലെ തന്നെ അതിന്റെ റൊട്ടേഷൻ, അതിന്റെ പ്രൊജക്ഷൻ, അതൊക്കെയാണ് എന്ത് ചെയ്യുക ഈ ഭാഗത്തു നിന്ന് ചോദിക്കാം. പിന്നെ കോണിക് സെക്ഷൻസ് ആണ്. കോണിക് സെക്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊജക്ഷൻ. കോണിക് സെക്ഷനിൽ കോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ കോണിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സെക്ഷനുകൾ, അതാണ് കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. എലിപ്സ്, പാരാബോള, ഹൈപ്പർബോള, റെക്ടാങ്കുലർ ഹൈപ്പർബോള, സർക്കിള്, ഇതൊക്കെ എന്താണ് കോണിക് സെക്ഷനുകളാണ്. ഇതിന്റെ പ്രൊജക്ഷനുകളെ കുറിച്ചും അതാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്നുള്ള. അപ്പൊ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിക്കുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു ടോപ്പിക്, മെയിൻ ടോപ്പിക് പറയുന്നത് സർവേയിങ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് തേർഡ് ഗ്രേഡിന് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു 4 ടോപ്പിക്കുകളാണ്. ഏതാണ്? എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, സർവേയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഇത് കൂടാതെ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി സർവേയിങ്ങില് കൺവെൻഷണൽ സർവേയിങ്. എന്താണ് സർവേയിങ്? കൺവെൻഷണൽ സർവേയിങ് മെത്തേഡുകൾ ഉണ്ട് അല്ലെ. സർവേയിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് സർവേയിങ് നടത്തുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൺവെൻഷണൽ സർവേയിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നുള്ളത് ഓരോ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സർവേ, ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ ആൻഡ് ലെവലിംഗ് സർവേ അല്ലെ. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ടേംസ് അതുപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിളുകളൊക്കെയാണ് പഠിക്കേണ്ടത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്, ടൈപ്പ് ഓഫ് ലെവലിംഗ് ആൻഡ് റിഡക്ഷൻ ഓഫ് ലെവലിംഗ്. എങ്ങനെയാണ് ലെവൽ ചെയ്യുന്നത്, ലെവലിംഗിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുക. അപ്പൊ അതിൽ നിന്ന് ചെറിയ ചെറിയ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ ഭാഗത്തിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പ്രോബ്ലം ഈ ഭാഗത്തു നിന്ന് ചോദിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ചില ടേമുകളൊക്കെ ഉണ്ട്, ലെവലിംഗിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടേമുകളുണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ടൈപ്പ് ഓഫ് ലെവലിംഗ്, ഒരുപാട് ടൈപ്പ് ഓഫ് ലെവലിംഗുകൾ ഉണ്ട്. അപ്പോൾ ഫ്ലൈ ലെവലിംഗ് ഇപ്പോൾ ഒരു ഡെഫിനിഷൻ തന്നിട്ട് പിന്നെ അതിന്റെ ഓപ്ഷനിൽ നിന്ന് അതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാം അല്ലേ, ടൈപ്സ് ഓഫ് ലെവലിംഗ്. ദെൻ റിഡക്ഷൻ ഓഫ് ലെവലിംഗ്, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രോബ്ലം ചോദിക്കുന്നു പറഞ്ഞത്. റിഡക്ഷൻ ഓഫ് ലെവലിംഗ്, എങ്ങനെയാണ് ലെവൽസ് റെഡ്യൂസ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. പിന്നെ കോണ്ടൂർ സർവേയിങ് ആണ്, കോണ്ടൂറിങ്. പിന്നെ കോണ്ടൂറിങ്ങില് കോണ്ടൂർ ഇന്റർവെല്ല് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ ടേമുകൾ പഠിക്കുക. അതേപോലെ തന്നെ കോണ്ടൂറിങ്ങിന്റെ ടൈപ്സ് ഉണ്ട്, ഏതൊക്കെ എങ്ങനെയാണ് കോണ്ടൂർ ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് കോണ്ടൂർ ഇന്റർപൊളേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, അതിന്റെ റഫ് ആയിട്ടുള്ള ഐഡിയ പഠിച്ചു വെക്കുക. ദെൻ തിയോഡലൈറ്റ് സർവേ. തിയോഡലൈറ്റ് സർവേയിൽ നമുക്ക് പറയാനുള്ളത് ഒരുപാട് ടേമുകൾ തിയോഡലൈറ്റ് സർവേയിൽ പഠിക്കാനുണ്ട്. അതിൽ നിന്ന് പിന്നെ പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല, പക്ഷെ എന്താണ് തിയോഡലൈറ്റ് സർവേയിൽ ഒരുപാട് ടേമുകൾ ഉണ്ട്. ആ ടേമുകൾ സ്ഥിരമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്. മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഇപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് പോലെയുള്ള ഇൻസ്ട്രുമെന്റുകളെ കുറിച്ച്, മോഡേൺ ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതൊക്കെ എന്താണ് പിന്നെ ജനറൽ ആയിട്ടുള്ളതേ ചോദിക്കുള്ളൂ, വളരെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യില്ല മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവില്ല. പിന്നെ അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് നമുക്കറിയാം, GPS പോലെ അല്ലെങ്കിൽ GIS സിസ്റ്റം പോലെ, ഫോട്ടോഗ്രാമെട്രിക് സർവേ, ഇതൊക്കെ എന്താണ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ ആ ഭാഗത്തു നിന്നും എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ നമ്മുടെ മെയിൻ ടോപ്പിക് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയുണ്ട്? സ്റ്റോൺ, ബ്രിക്ക്, ടൈല്, സിമെന്റ്, ലൈം ആൻഡ് ഫില്ലർ മെറ്റീരിയൽ. പിന്നെ PCC, RCC, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, റീൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, ടിമ്പർ. ബിൽഡിംഗ് മെറ്റീരിയൽ. അതേപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി, റൂഫിംഗ്, ഫ്ലോറിംഗ്, ദെൻ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്. ഫൗണ്ടേഷന്റെ ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, സ്പ്രെഡ് ഫൂട്ടിംഗ്, മാറ്റ് ഫൂട്ടിംഗ്, എപ്പോഴാണ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്ത് ടൈപ്പ് ലോഡിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനത്തെ സോയിലിനാണ് ഉപയോഗിക്കുക എന്നൊക്കെയാണ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് കൂടുതലായിട്ട് ചോദിക്കുക. ഓക്കെ. പിന്നെ മേസണറി നമുക്കറിയാം, ബ്രിക്ക് മേസണറി, സ്റ്റോൺ മേസണറി, അതിന്റെ ടൈപ്സ് തന്നെ പഠിക്കാൻ ഒരുപാടുണ്ട്. അതിൽ നിന്ന് പിന്നെ ഓരോ ടൈപ്പുകളൊക്കെ ചോദിക്കാം. പിന്നെ റൂഫിങ്ങിന് ട്രസ്സുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം. അതേപോലെ തന്നെ റൂഫിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കുക അല്ലെ. ആസ്പെറ്റോ ഷീറ്റിന്റെ ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ദെൻ ഫ്ലോറിംഗ്, ടൈപ്സ് ഓഫ് ഫ്ലോറിംഗ്, എങ്ങനത്തെ മെറ്റീരിയലാണ് ഉപയോഗിക്കുക, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഫ്ലോറിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസസ്. ഇപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പെയിന്റിങ്, പ്ലാസ്റ്ററിങ് ഒക്കെ എന്താണ് ബിൽഡിംഗ് ഫിനിഷ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കും.
പിന്നെ ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഏതൊക്കെയാണ്? സ്കഫോൾഡിങ്, അതേപോലെ തന്നെ ഷോറിങ്, അണ്ടർ പിന്നിങ് ഒക്കെ എന്താണ് ഈ ഭാഗമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ് ആണ്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഉള്ളത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമുക്കറിയാം ബിൽഡിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് അല്ലേ? പ്ലാന് സെക്ഷന് എലിവേഷനൊക്കെ വരയ്ക്കുന്ന ആ ഒരു പോർഷൻ, ആ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ എസ്റ്റിമേഷനിൽ നിന്നുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, അതാണ് ഇതിൽ പറയുന്ന ആദ്യത്തെ ടോപ്പിക്. ബിൽഡിംഗ് റൂൾ എന്ന് പറഞ്ഞാൽ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ ഉണ്ട്, അതേപോലെ തന്നെ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ ഉണ്ട്. KPBRും KMBRും ഉണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. റൂളുകളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ജനറൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ. ഇപ്പം സാധാരണയായിട്ട് ഇവിടുന്ന് കാണാറുള്ളത് ഹെഡ് റൂമിന്റെ ഹൈറ്റ് എത്രയാണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ KPBR ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ആ റൂളുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലും കാണാം. ഓക്കെ, ഇപ്പൊ പഴയ 2011 ഉണ്ടായിരുന്ന KPBR മാറിയിട്ട് ഇപ്പൊ 2019 പുതിയ KPBR വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ റൂളിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷെ എന്നാലും സ്റ്റെപ്പിന്റെ സൈസോ അല്ലെങ്കിൽ അതിന്റെ വീതിയോ റൈസിന്റെ അളവോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അതൊക്കെ പഴയ പോലെ തന്നെയാണ്. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ബിൽഡിംഗ് ബൈലോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് ബൈലോ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബിൽഡിംഗ് ബൈലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ എസ്റ്റിമേഷനിൽ എന്താണ് എസ്റ്റിമേഷൻ? പിന്നെ റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ അതും പറയുന്നുണ്ട്. റേറ്റ് അനാലിസിസ് രണ്ട് ഭാഗമാണ് ശരിക്കും. എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ എസ്റ്റിമേഷൻ എന്നുള്ളത് ഒരു ഭാഗവും റേറ്റ് അനാലിസിസ് മറ്റൊരു ഭാഗമാണ്. ഓക്കെ, പിന്നെ ഈ എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ അതിലുള്ള റൂൾസ് ഇല്ലേ, സെൻട്രൽ ലൈൻ മെത്തേഡ്, അതേപോലെ തന്നെ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ്, മെത്തേഡ് ഓഫ് മെഷർമെന്റ്, എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത് എന്നുള്ളത്. അതിൽ കുറേ ടേമുകൾ നമുക്ക് പഠിക്കാനുണ്ട് എസ്റ്റിമേഷനിൽ. അതേപോലെ തന്നെ റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ, റേറ്റ് അനാലിസിസിലും ഉണ്ട്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിക്കൂല. മെഷർമെന്റിന്റെ യൂണിറ്റുകളൊക്കെ ചോദിക്കുക. അതൊക്കെ ഈ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓരോ മെഷർമെന്റിന്റെയും യൂണിറ്റുകൾ ചോദിക്കാം. പിന്നെ ഇവിടെ ഉള്ളത് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഇറിഗേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്ത് നമ്മൾ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ. ഇറിഗേഷനിൽ നമ്മൾ പറയുന്ന ജനറൽ ടേമുകൾ അല്ലെ, ഒരുപാട് ടേമുകൾ ഉണ്ട്. ഡ്യൂട്ടി, ഡെൽറ്റ പോലെ അതിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു കൾട്ടിവേറ്റഡ് ഏരിയ, CCA അല്ലെ, കൾട്ടിവേറ്റഡ് കമാൻഡഡ് ഏരിയ, കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേമുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കാനുണ്ട് അല്ലെ. ആ ടേമുകൾ റിലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതാണ് ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ. ദെൻ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ വർക്ക്, ഡാം, വിയർ, അതിനെക്കുറിച്ചുള്ള കനാലിലോട്ട് എങ്ങനെയാണ് ഹെഡ് വർക്കുകൾ നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ദെൻ റിസർവോയർ, ഡാം, കനാല്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, CD വർക്കുകൾ എങ്ങനെ ചെയ്യാന്നുള്ളത് അല്ലേ. ടൈപ്സ് ഉണ്ട്. പിന്നെ ഡ്രെയിൻ മുകളിലൂടെ പോകുമ്പോൾ, റിവർ താഴത്തൂടെ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേമുകൾ പഠിക്കാനുണ്ട്. ക്രോസ് ഡ്രെയിനേജ് വർക്കുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അക്യുഡക്റ്റ്, സൈഫൺ അക്യുഡക്റ്റ്, സൂപ്പർ പാസേജ്, ഇതൊക്കെ എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്കുമായിട്ട് നിന്ന് വരുന്നതാണ്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടി, ഇത് ശരിക്കും ഹൈഡ്രോളിക്സിൽ നിന്നുള്ളതാണ്. ശരിക്കും ഫ്ലൂയിഡ് പ്രോപ്പർട്ടി, വിസ്കോസിറ്റി, അതേപോലെ തന്നെ ഫ്ലൂയിഡ് പ്രഷർ ഒക്കെ എന്താണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. അത് എന്ത് ചെയ്യും, ആ ഭാഗത്തുനിന്ന് ചെറിയ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ദെൻ മെഷർമെന്റ് ഓഫ് പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതിന് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ മാനോമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രഷർ മെഷർമെന്റ് ഉണ്ട്. അപ്പൊ അതിൽ മാനോമീറ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ തേർഡ് ഗ്രേഡിന് അങ്ങനെ ഹൈഡ്രോളിക്സിന്റെ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താണ് മെഷർമെന്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നതിൽ ആ ടേമുകളാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിനെ കുറിച്ചൊക്കെ എന്താണ് കുറച്ച് പോർഷൻസ് ഉണ്ട്. ആ ഭാഗങ്ങളും പഠിക്കുക. പിന്നെ ഉള്ളത് ഓട്ടോകാഡിൽ നിന്നാണ്. വീണ്ടും ഡ്രോയിങ് ആണ് വരുന്നത്. ഇപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, തുടക്കത്തിൽ എന്ത് ചെയ്തു, ഡ്രോയിങ് ചോദിച്ചിട്ടുണ്ട് അല്ലെ, യൂഷ്വൽ ഡ്രോയിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിൽ വീണ്ടും ഡ്രോയിങ് വരുന്നുണ്ട്. അവിടെയും എന്താണ് ഡ്രോയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഓട്ടോകാഡിൽ, അവിടെയും എന്താണ് വീണ്ടും ഡ്രോയിങ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകാഡ്, ബേസിക് കമാൻഡുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറെ കമാൻഡുകൾ ഉണ്ട്. ആ കമാൻഡുകളെ കുറിച്ചാണ് സാധാരണ ഓർത്തോ, സ്നാപ്പ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഷോർട്ട് കീകൾ ഉണ്ടാവും അല്ലേ, ആ ഷോർട്ട് കീനെ പറ്റിയും എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. F10, F8 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കമാൻഡാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച്, ഷോർട്ട് കീനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്. അപ്പം കൂടുതലായിട്ടും നമ്മൾ ഈ ബേസിക് കമാൻഡുകളെ കുറിച്ചാണ് ഓട്ടോകാഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എപ്പോഴും കമാൻഡുകളെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക.
ദെൻ ഡ്രോയിങ് ടൂൾ ബാർ, മോഡിഫൈങ് ടൂൾ ബാർ, എങ്ങനെ നമുക്ക് ഒരു ടൂൾ ഉപയോഗിക്കുക എന്നുള്ളത്, നമ്മളെ ഓട്ടോകാഡിൽ ഉപയോഗിക്കുന്ന ടൂൾ എങ്ങനെ ഉപയോഗിക്കാം, ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ പ്ലോട്ടിംഗ് ആൻഡ് പ്രിന്റിംഗ്. അപ്പൊ ഇത്രയും ഭാഗമാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് തേർഡ് ഗ്രേഡിന് പഠിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. കൂടുതലായിട്ടും എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഓക്കെ, പറയുന്നുണ്ട് എന്ത്, ഇതിൽ നിന്നല്ലാത്ത ഈ നമ്മളുടെ ക്വാളിഫിക്കേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള സിലബസിൽ പെടാത്തതും എന്ത് ചെയ്യാം, ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ എന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും വളരെ റെയർ ആയിരിക്കും, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അല്ലാത്ത രീതിയിൽ ചോദിക്കുകയുള്ളൂ.